ഇന്ന് നമുക്കൊരു മീനച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു മീനച്ചാർ ഉണ്ടാക്കുന്നത്. മീനച്ചാറെന്നല്ല, പൊതുവേ അച്ചാറുകളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ മീനച്ചാർ എനിക്കിഷ്ടമാണ്. അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചുരമീൻ എടുക്കുക. ഒരു 1/2 കിലോ മീൻ. അതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി അതൊരു ഹാഫ് പോർഷൻ ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ ഉപ്പും ഒരു ശകലം എണ്ണയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം അതെടുത്ത് ചൂടായി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് വറുത്ത് കോരുക. ഈ എണ്ണയെന്ന് പറയുന്നത് നല്ലെണ്ണ എടുത്തേക്കുന്നത്. നല്ലെണ്ണയാകുമ്പോൾ കുറേ നാളിരിക്കും കേടുകൂടാതെ. അത് ഞാൻ ഒരു 2 തവണയായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് വിനാഗിരിയും ചേർത്ത ശേഷം നന്നായിട്ട് തിള വരുമ്പോൾ വറുത്ത് വെച്ച മീനും ചേർത്ത് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. വറുത്ത് വെച്ച മീനാണ്, അതുകൊണ്ട് അധികം കിടക്കേണ്ട ആവശ്യമില്ല. വിനാഗിരി എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് മസാല ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് തീ കുറച്ച് വെക്കുക. ഇനി ഇത് നല്ല ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാവൂ. ഇത് പിന്നെ എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്. ആ പാത്രത്തിൽ കുറച്ച് ചോറിട്ടിട്ട് ചൂട് ചോറും അച്ചാറും കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായോ? ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.